സൂറത്തുൽ ഹാഖയാണ്. ഭയാനകരമായ അവസ്ഥ. അധികാരവും സമ്പത്തും ഒന്നും പരലോകത്ത് ഉപകാരപ്പെടാതെ പരാജയപ്പെട്ട് തല കുമ്പിട്ട് നിൽക്കുന്ന ഇടത്തെ കയ്യിൽ കിതാബ് വാങ്ങിയ മനുഷ്യനെ സംബന്ധിച്ചു പറഞ്ഞു. ഇന്നും പറയുകയാണ്, അയാളെ അള്ളാഹുവിൻ്റെ മലക്കുകളോട് അയാളെ പിടിക്കുക, ചങ്ങലക്കിടുക എന്ന് പറഞ്ഞല്ലോ. ആ ചങ്ങലയെക്കുറിച്ച് പോലും വിശദീകരണം വരുന്നുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുമ്മ ഫീ സിൽസിലത്തിൻ അദർഉഹാ 70 ദിറാൻ ഫസ്ലുകൂ ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അലീം. അല്ലാഹു പറയുകയാണ്, അവരെ ചങ്ങലക്കിടാൻ പറഞ്ഞല്ലോ. 70 മുഴം നീളമുള്ള ചങ്ങല കൊണ്ട് അതിലവരെ പ്രവേശിപ്പിക്കുക. എന്നിട്ട് പറയുന്നു, ഈ പരിണിത ഫലങ്ങളൊക്കെ അവരെ അനുഭവിക്കുന്നതിൻ്റെ കാരണം എന്താ? ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അലീം. യജമാനനായ ഉന്നതനായ റബ്ബിനെ അവർ വിശ്വസിച്ചില്ലല്ലോ. അതാണ്, അവർ അള്ളാഹുവിൽ വിശ്വസിച്ചില്ല. അവർക്ക് എന്തെല്ലാം അള്ളാഹു ചെയ്തു കൊടുത്തു, കിട്ടിയത് മുഴുവനും അവരുടെ കഴിവ് കൊണ്ടാണെന്ന് അവർ കരുതി. ഫിർഔൻ കരുതിയത് അങ്ങനെയാണ്, നമ്രൂദ് കരുതിയത് അങ്ങനെയാണ്, ഹാമാൻ കരുതിയത് അങ്ങനെയാണ്. അവർക്കൊക്കെ അതിൻ്റെ പരിണിത ഫലം ദുനിയാവിലും കിട്ടി, ആഖിറത്തിലും കിട്ടും. അപ്പം നമ്മളും അങ്ങനെ കരുതിപ്പോയി. ഫിർഔന് കിട്ടിയതുപോലെ അത്രയും വലിയ സൗഭാഗ്യവും കൊട്ടാരവും ഒന്നും നമുക്ക് കിട്ടിയില്ലെങ്കിലും വളരെ കുറച്ച് സമ്പാദ്യവും സൗഭാഗ്യവും മാത്രമാണ് കിട്ടിയതെങ്കിലും നമ്മൾ കരുതുന്നത് എന്താണ്? ഇതെൻ്റെ കഴിവാണ്, എൻ്റെ മക്കളുടെ പവറാണ്, എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ്. അതുകൊണ്ട് ഞാനെന്തിന് സക്കാത്ത് കൊടുക്കണം, ഞാനെന്തിന് സ്വതക്ക ചെയ്യണം, ഞാനെന്തിന് മറ്റുള്ളവരെ പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ട് സ്വയം സാലബ ചെയ്തതുപോലെ പട്ടിണിയായിരുന്നു. വീട്ടിൽ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി ഓടുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സാലബയോട് പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ പോകുന്നത്? ഇല്ല നബിയേ, എനിക്ക് വീട്ടിൽ ചെന്നിട്ട് ഈ വസ്ത്രം കൊടുത്തെങ്കിലാണ് എൻ്റെ ഭാര്യയ്ക്ക് കൂടി നിസ്കരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞ സാലബയോട് അള്ളാഹുവിൻ്റെ റസൂൽ ഒരു ആടിനെ കൊടുക്കുകയാണ്. ആട് ഒരാട് 2ആയി 3ആയി 4ആയി 40ആയി 4000ആയി 40,000ആയി. വലിയ ആട് മുതലാളിയായപ്പോൾ പിന്നെ പള്ളിയിൽ വരാൻ നേരമില്ല, സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. ഇതെല്ലാം എൻ്റെ കഴിവ് കൊണ്ടാണെന്ന് സ്വയം സാലബ പറയാൻ തുടങ്ങുന്നത് വരെ ആ മനുഷ്യൻ്റെ മനസ്സ് മാറിപ്പോയി എന്നതാണ്. ഇത് മനുഷ്യ സഹജമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹ് പറയാണ്, അവനെ ചങ്ങലക്കിടുക. ആ ചങ്ങലയുടെ മുഴം അളവ് പോലും അള്ളാഹു ഖുർആനിലൂടെ വ്യക്തമാക്കുന്നു. വളരെ പ്രയാസത്തോടെ പറയാണ് അള്ളാഹു, ഇന്നഹു ലാ യുഅ്മിനു ബില്ലാഹിൽ അലീം. ഉന്നതനായ പടച്ചവനെ വിശ്വസിച്ചില്ല, നിസ്കരിക്കാൻ നേരമില്ലാത്ത ബിസിനസ്സുകാരനായിപ്പോയി, അള്ളാഹുവിനെ മറന്നുകൊണ്ട് ഓടുന്ന സമ്പത്ത് പ്രേമിയായി മാറിപ്പോയി. അതുകൊണ്ട് അവനിവിടെ അനുഭവിക്കേണ്ടതാണ്. മറ്റുള്ളവരൊക്കെ പള്ളിയിൽ പോകുമ്പോൾ ഇവൻ കളിയാക്കി, മറ്റുള്ളവർ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ഈ കാലഘട്ടത്തിലും ഈ 2023 നിനക്ക് ഭ്രാന്താണോ എന്ന് ചോദിച്ചുകൊണ്ട് പുച്ഛിച്ചു കുറ്റപ്പെടുത്തി. അതുകൊണ്ട് തന്നെ അവൻ അനുഭവിക്കേണ്ടതാണെന്ന് അള്ളാഹു പറയുകയാണ്. നമ്മളിപ്പോൾ വീണ്ടും വിചാരത്തോടു കൂടി തീരുമാനമെടുത്താൽ ആ കഠോരമായ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇല്ലെങ്കിൽ നാമും അതുപോലെ അനുഭവിക്കേണ്ടി വരും, നാമും അതുപോലെ കഷ്ടപ്പെടേണ്ടി വരും. യജമാനനായ പടച്ച റബ്ബ് എല്ലാ അദാബിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു പറയാണ്, ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അലീം. ഉന്നതനായ പടച്ചവനെ വിശ്വസിക്കാതെ ദുനിയാവിൻ്റെ പിന്നാലെ ഓടിയവനാണവൻ. അതുകൊണ്ടാണ് ബുദ്ധിയുള്ളവർ പറഞ്ഞത് എന്താണ്? തൊല്ലഖുദ്ദുനിയാ വഖാഫുൽ ഫിതന ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതന. അള്ളാഹുവിന് ബുദ്ധിയുള്ള ഒരു വിഭാഗം അടിമകളുണ്ട്. തൊല്ലഖുദ്ദുനിയാ വഖാഫുൽ ഫിതന. അവർ ദുനിയാവിനെ ഒഴിവാക്കി, ദുനിയാവിനെ ത്വലാഖ് ചൊല്ലി. വഖാഫുൽ ഫിതന, ഫിത്തനയെ ഭയന്നു. പരീക്ഷണം ഉണ്ടാവും, ഫിത്തന ഉണ്ടാവും, പരാജയം ഉണ്ടാവും എന്ന് ഭയന്നിട്ട് ദുനിയാവിനെ ഒഴിവാക്കി. സഹോദരിമാരോട് സഹോദരങ്ങളോട് പറയുന്നത് ദുനിയാവിനെ പൂർണ്ണമായും ഒഴിവാക്കാനല്ല. ആഹാരം കഴിക്കുമ്പോൾ, നല്ല വീട്ടിൽ കിടക്കുമ്പോൾ, നല്ല വസ്ത്രം ധരിക്കുമ്പോൾ, ആഭരണം അണിയുമ്പോൾ, സുഖിക്കുമ്പോൾ, രസിക്കുമ്പോൾ, ആനന്ദിക്കുമ്പോഴൊക്കെ പരലോകമുണ്ട്. വൽ ആഖിറത്തു ഖൈറും വഅബ്ഖ. അതാണ് ശാശ്വതമായ ലോകം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, മറക്കാതിരുന്നാൽ മതി എന്നതാണ് ഓർമ്മപ്പെടുത്തുന്നത്.